നാടും വീടൊക്കെ വിട്ട് ഏതോ ഒരാളുടെ കൂടെ. പേടിയുണ്ടോ? കണ്ടന്ന് മുതല് ഈ ഒരു ഇതില്ലേ, എന്താ പറയാ, ഇത് സരസ്വതിയെ ദിവസം കാണണമെന്ന് തോന്നുക. സരസ്വതിയെ കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുക. സരസ്വതിക്ക് ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ? ഉണ്ടായിരുന്നോ? തടി മറന്നുറങ്ങണ സ്വഭാവാ നിന്റെ. സരസ്വതി എങ്ങനെയാണാവോ? കല്യാണ വീട്ടിൽ മാത്രം കയറി കളവ് നടത്തുന്ന കള്ളന്മാരുണ്ട് അത്രേ നാട്ടില്. അതും പെണ്ണും ചെക്കനും കിടക്കണ മുറിയില് പൊന്നും പണ്ടൊക്കെ ഉണ്ടാവൂലോ. കല്യാണ തിരക്കിലൊക്കെ കണ്ടുവെച്ച് പോകും. ചിലപ്പോ മണിയറയിലെ കട്ടിലിനടിയിൽ വരെ കയറി ഒളിച്ചിരിക്കും അത്രേ വൃത്തികെട്ടവന്മാര്. ഈ മുറിയിലെ അലമാരിക്കാച്ചാ പൂട്ടുമില്ല. കുട്ടിയുടെ കയ്യിൽ ആഭരണം കുറച്ചുള്ളതാണേ. ശരി അമ്മ, ഞാൻ കരുതിക്കോളാം. നീ ആ പണ്ടങ്ങളൊക്കെ എങ്ങോട്ട് എടുത്തു തന്നോളൂ. എന്റെ അലമാരിയിൽ വെച്ച് പൂട്ടിക്കോളാം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. ഇനി കഥ കടിച്ച് കിടന്നോ. എല്ലാം കൂടെ ഒരു 50 പവനിലധികം ഉണ്ടാവുന്ന എനിക്ക് തോന്നണത്. അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ അധികം കൊടുക്കണ കൂട്ടരൊന്നുമല്ല. ആളും വണ്ടി വന്നതിലൊക്കെ ഉണ്ട് ഒരു പിശുക്കത്തരം. പതുക്കെ ചെവിക്ക് ചെവി അറിയാതെ ആ സ്വർണ്ണക്കടയിലെ കടം വീട്ടുക. കല്യാണ പിറ്റേന്ന് തന്നെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന്റെ കാതും കഴുത്തും തൂക്കി വെക്കല് നാണക്കെട്ട പണിയാ. അതിലൊരു നാണക്കേടും ഇല്ലേട്ടാ. ഇപ്പൊ നമ്മള് കടം വാങ്ങിയിട്ടാണെങ്കിലും രമണിക്ക് കൊടുത്തു വിട്ടത് നാളെ ദിനേശിനൊരു ആവശ്യത്തിനെടുത്താ നമ്മൾ എതിര് പറയുവോ? ഇല്ലല്ലോ. അതില്ല. ആ വന്നു കയറിയാ പിന്നെ ആ പെണ്ണും പെണ്ണിന്റെ പൊന്നും ഒക്കെ വന്നു കയറിയെടുത്ത കൊള്ളതാ. അയ്യോ നോക്കിയമ്മേ, ഈ മാലയുടെ ഉത്ഭാവത്തൊരു നിറമാറ്റം. ഏയ് ഈ കുട്ടിക്ക് എന്തായി പോയി? നിറം മാറാൻ എന്താ ഓന്താ? അയ്യോ നേരെ ഏട്ടാ, നോക്കൂ. എവിടെ നോക്കട്ടെ. വേറെയും ചില ബിസിനസ്സുകളൊക്കെ ആലോചനയിലുണ്ട്. ഒരു പെണ്ണ് വന്ന് കയറുന്നതോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അത്രേ. ഇനി സരസ്വതിയുടെ ഐശ്വര്യം കൊണ്ട് വേണം എനിക്ക് എല്ലാ പുരോഗതി ഉണ്ടാവാൻ. ഉണ്ടാവും, എനിക്കത് ഉറപ്പാ. ഈ അമ്മ എപ്പോഴും എങ്ങനെയാ? ആദ്യ രാത്രിക്ക് വന്ന് കയറും, നമ്മളൊന്ന് റിഹേഴ്സൽ എടുത്ത് വരുമ്പോഴാ തുറക്കാ. കരുതി കൂട്ടി ചെയ്തല്ലാതെ ഇതിങ്ങനെ വരില്ല. ഇത് കണ്ടോ, ഇത് ഇത്രയും മുക്കുമണ്ടങ്ങളാ. ബാക്കിയുള്ളതിന്റെ സ്ഥിതി ഇനി എന്താണാവോ? അതും കൂടി അങ്ങോട്ട് മുക്കാക്കി ആകെ മുക്കായിരുന്നില്ലേ കൊള്ള കൂട്ടരെ. അതങ്ങനെ വരില്ല. വരില്ല എന്ന് പറഞ്ഞാൽ വന്നൂലോ. തലേല് വീണ തേങ്ങ പുളുങ്കുരുവാണെന്ന് വെറുതെ ഇവിടെ പറഞ്ഞോണ്ട് പറ്റിയ കേട് തീരുവരുവെന്താ? ഇത്രയും വലിയൊരു ചതിയിൽപ്പെട്ട് അതിന്റെ വാലും തലയും തിരിഞ്ഞിട്ടും നിനക്ക് മാത്രം എന്താ അരവിന്ദ ഒരു കുലുക്കം ഇല്ലാത്ത? അതിപ്പോ എന്താ ഏതാന്ന് അറിയാതെ ഞാനിപ്പോ ഇതില്. വേണ്ട, നീ കയ്യും കെട്ടി ഉണ്ണിപ്പൊണ്ണനായിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്നോളൂ. ആ പെണ്ണിന്ന് എന്റെ കൂടെയാ കിടക്കണത്. നാളെ കോഴി കൂവുമ്പോ കല്ലടിക്കോട്ടൊന്നും ആളിവിടെ വരണം. പണ്ടത്തിന്റെ കാര്യം തീർച്ചയാവട്ടെ ആദ്യം. ഇല്ലാച്ചാ ഇവിടെ അങ്ങോട്ട് മുറിക്ക കൊണ്ടുപോയിക്കോട്ടെ. വേണ്ട ഇവിടെ ഐശ്വര്യക്കാടിനെ. ആ മുറിയിലിരിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ ഈശ്വരൻ സാക്ഷിയെ ഞാൻ കെട്ടിയ താലിച്ചരട് പൊട്ടിച്ചു വാങ്ങാ, വീട്ടിൽ കൊണ്ടാക്ക. എന്റെ അമ്മയ്ക്കാ കുറച്ചില്. ഗോപാലമാമിക്ക് ഈ കുടുംബത്തിന് മരിച്ചുപോയ എന്റെ അച്ഛനാ നാണക്കേട്. ആ നാണക്കേട് ഞാൻ അങ്ങോട്ട് സഹിച്ചു. നാളെ നേരം എടുത്താ നീ നാണം കിടും അങ്ങാടിയില്. രമണിക്ക് സ്വർണം വാങ്ങിയെടുത്ത് എന്തെടുത്ത് വെച്ച് കൊടുക്കുന്ന ആ രമേശൻ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും. വലിയ മണിമാരൻ ഇരിക്കണുണ്ടല്ലോ, എവിടെ നിർത്തി വെച്ച് കൊടുക്കാനാ? നാളെ നേരം വെളുക്കും ഈ ഭൂലോകം ഉണ്ടെങ്കിൽ കാവുമ്പുറത്തെ തറവാട്ടിൽ ഒരു കല്യാണം നടന്നതിന്റെ കട ഞാൻ തീർത്തോളാം. തീർത്തല്ലേ പറ്റൂ. എന്റെ അമ്മ പോയി കിടന്നോളൂ. അവള് കിടക്കേണ്ട അടുത്ത് അവളും കിടന്നോളൂ. പെണ്ണിന്റെ തൊലിവിളി പാണത്തല്ലാത്ത ആണുങ്ങൾക്ക് കാലക്കേടാ. അരവിന്ദ, നിനക്ക് നല്ലോണം അറിയാം ഈ വീടിന്റെ ആകെയുള്ള മണ്ണിന്റെ ആധാരം കോടതിയിലാണെന്ന്. ഈ എന്തെങ്ങടെ പൊലരും. നാളെ വലിയൊരു കടക്കാരനാ നീ. അത് പിന്നെ
ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതാ. പിന്നെ 3 മക്കളെ നട്ട് നനച്ചുണ്ടാക്കാൻ എമ്പാട് സഹിച്ചിട്ടുണ്ട് അമ്മ. ഈ നാട്ടിൽ ആദ്യമായിട്ട് റേഷൻ കട ഭരിച്ചൊരു ചെറിയ ഇന്ദിരാഗാന്ധി അവര്. അതിൻ്റെയൊക്കെയാ. അവര് പറയണ പോലെയാന്ന് വിചാരിക്കരുത്. അറിയാനാ സത്യത്തിൽ എന്താണ്ടായേ. ഏട്ടന്മാരൊക്കെ ഉണ്ടായിട്ടും ആര് പറ്റിച്ചതാ, ആർക്ക് പറ്റിയതാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പറയാനറിയില്ലെങ്കിൽ അതല്ല, വിഷമാണെങ്കിൽ വേണ്ട. ഏട്ടന്മാര് എന്റെ നേരെ ഏട്ടന്മാരല്ല. അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ളവര്. ആ അമ്മ നേരത്തെ മരിച്ചതാ. എനിക്ക് ഏട്ടന്മാരില്ല. അച്ഛനും അമ്മയും ആരുമില്ല എനിക്ക്. ആരും. അവസാനം വരെ നടക്കില്ല എന്ന് വിചാരിച്ച കല്യാണം അത്. എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല. ഞാൻ ഉറപ്പിച്ചതാ. അന്നേ വേണ്ടാന്ന് വെച്ചാ മതിയായിരുന്നു. അല്ലാതെ ഇടിപ്പിച്ച എന്നെ ശ്രീധരമാമ ഇങ്ങനെ ഭാരം ഒഴിവാക്കേണ്ടിയിരുന്നില്ലല്ലോ എന്റെ ഈശ്വര. അമ്മ പറഞ്ഞില്ലേ ഈ മുറിയില് ഞാൻ വേറെ എവിടെയെങ്കിലും കിടന്നോളാം, ഒന്ന് നേരെ പോലിരുള്ളല്ലേ. നിനക്കും കൂടി ഉറങ്ങാനുള്ള മുറി അത്. നമ്മൾ ഒരുമിച്ച്. ഇനി അങ്ങോട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് നേരിടേണ്ടത്, വീതിച്ച് അനുഭവിക്കേണ്ടത്. ഒറ്റയ്ക്കൊരു വേദനയും കണ്ണീരും ഒന്നും വേണ്ട. നോക്ക്, രാവിലെ നേരത്തെ എണീറ്റ് അടിച്ചും തുടച്ചും ഐശ്വര്യം നിറച്ചു കാവും പുറത്തെ വീട്ടിലും എല്ലാവരുടെ മനസ്സിലും ഞാനുണ്ട് കൂടെ. ഏയ്, പൊറുക്കണമെന്ന് പറയാനുള്ള യോഗ്യതയും കൂടി എനിക്കില്ല. എന്നാലും ദൈവത്തെ വിചാരിച്ച് ഈ വയസ്സിനോട് പൊറുക്കണം. കുടുംബത്തിൽ പിറന്നവർക്ക് ചേരാത്ത പണിയാണ് ഞാൻ ചെയ്തത്. ഇവിടുത്തെ ഈ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോടെങ്കിലും. പ്രതീക്ഷിച്ചവരൊക്കെ കൈയൊഴിഞ്ഞപ്പോ അവള് പറഞ്ഞതാ, വേണ്ട ശ്രീധരമാമ, ഒന്നും വേണ്ട, എനിക്ക് യോഗമില്ലാന്ന്, നിങ്ങളെ വിവരറിയിക്കണമെന്ന്. പറഞ്ഞുറപ്പിച്ച ദിവസം പണ്ടല്ലാത്തോണ്ട് കല്യാണം മുടക്കിയെന്നറിഞ്ഞ പിന്നെ ഒരു കാലത്തും എൻ്റെ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പായപ്പോഴാ ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്തു. എന്റെ മോനെ പോലെ കരുതി പറയാ, വേറെ ആരും അറിയണ്ട, ഞാൻ അവളെ കൂട്ടിയിട്ട് പോന്നോളാം. ഇല്ല അമ്മാമ്മേ, ഒഴിവാക്കാനാണെങ്കിൽ ഒറ്റയ്ക്ക് വരില്ലായിരുന്നല്ലോ. പൊന്നും പണ്ടവും തൂക്കി നോക്കിയിട്ടൊരു പെണ്ണ്, ഗതികേട് കൊണ്ട് ഞാനും ഇടയ്ക്ക് അങ്ങനെ ഒന്ന്. അതിനുള്ളത് അന്നേക്കന്ന് ദൈവം തരുകയും ചെയ്തു. ഇക്കാരണം കൊണ്ട് സരസ്വതി ഇവിടെ തിരിച്ചു കയറി വരില്ല. ഈശ്വര, ഇങ്ങനൊരു തീരുമാനം ഉറപ്പിച്ച് പറഞ്ഞിറങ്ങണത് മുന്നിൽ വേറൊരു വഴിയും കണ്ടിട്ടല്ല, ഈശ്വരനെ മാത്രം കണ്ടിട്ടാ. ബാബു, രമണിയുടെ സ്വർണ്ണ ഏർപ്പാട് കൊടുത്ത രമേശനാ എന്താ ചെയ്യുക? അയാൾ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കെങ്ങനെ അറിയാം? അതല്ല, നമ്മളിപ്പോ എന്താ ചെയ്യുക? നമ്മളോ? ഈ കാര്യത്തിൽ ഒരു ബഹുവചനം വേണോ ഗോപാലമാമേ? പവൻ 50 എന്ന് വെച്ചാൽ ലക്ഷം 2. കണ്ണി കണ്ട ആൾക്കാരെയൊക്കെ കാലനെ ചൂണ്ടി പേടിപ്പിച്ചാ ഞാനൊക്കെ ജീവിക്കാനുള്ള ചില്ലാൻ ഒപ്പിക്കണത്. ഇന്നലെ ആ കല്യാണച്ചോറുണ്ടു, അത് ഈ നാട്ടിലെ പലരും ഉണ്ടു. ആ പേരില് ലക്ഷത്തിന് തല വെക്കാനുള്ള ശേഷിയൊന്നും ഈ പാവം കോടിപതിക്കില്ല. ഉഷേ, എന്താ ബാബേട്ടാ? പെട്ടി പാക്ക് ചെയ്തോളൂ കേട്ടോ. അരവിന്ദ, അല്ല, ആരാ ഇത്? വന്ന കാര്യം നീക്കാണ്ട് അകത്തേക്ക് ഇരിക്കും കുട്ടിയെ. അമ്മേ, ആഹാ, രമേശനോ? അരവിന്ദനെവിടെ? അവനെ ഇവിടെ കാണാഞ്ഞപ്പോ ഞാൻ കരുതി രമേശനെ കാണാനായി അങ്ങോട്ട് വന്നു കാണുന്നു. വന്നില്ലേ? കാലത്ത് ഞാൻ ഇതിലെ വരും, ഇവിടുന്ന് ഒരുമിച്ച് പോയി ജ്വല്ലറി കാശ് കൊടുക്കാന്നാ പറഞ്ഞിരുന്നു. ആണോ? ഇവിടുന്ന് ഇറങ്ങുമ്പോ അവനൊന്നും പറഞ്ഞില്ലേ?
എന്നോട് പറയാനുള്ളതൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞു എന്റെ മോൻ. ഇനി നിങ്ങളോടൊക്കെ പറയാനുള്ളത് കെട്ടിലമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ. സരസ്വതി തമ്പുരാട്ടി ഒന്നിങ്ങടെ എഴുന്നള്ളിയാ നന്നായിരുന്നു. ഒന്നിങ്ങടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ. കാത്തിരുന്ന് എന്റെ മോന് ഈശ്വരൻ കൊടുത്ത മുക്കുപണ്ട. പത്മാവതി, എന്നാ പിന്നെ ഏട്ടൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ. അതിപ്പോ എന്താ പറയുക, എങ്ങനെയാ പറയാണ്ടിരിക്കുക? ഒരക്കിടി പറ്റിയുണ്ട്. എന്നുവെച്ചാ വളച്ചു കെട്ടി കുറെ വലുതാക്കി പറഞ്ഞതുകൊണ്ട് ഭക്ഷണത്തറ ഇല്ലേണ്ടാവൂ ഏട്ടാ. മുക്കുപണ്ടോ കാലക്കേടും കൊണ്ടാ ഇവളീ പടി കയറി ഇങ്ങോട്ട് വന്നത്. നേരം വെളുത്ത് ഇന്നേരം വരെ എന്റെ മോനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാരും കൂടി എന്തീ പറയുന്നത്? ആ ജ്വല്ലറിക്കാരൻ 10 മണിക്ക് അവിടെ കാശും കാത്തു നിൽക്കും. എന്റെ ഒരു വാക്കിന്റെ പുറത്താ 19 പവന്റെ സ്വർണം തന്ന അയാൾ സഹായിച്ചത്. കല്യാണ പിറ്റേന്ന് കട തുറക്കുമ്പോ അവിടെ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോ കഥാപ്രസംഗം നടത്താ. അതെ, കാശ് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവന്റെ കരള് പറിച്ചുണ്ടാവുന്ന കൂട്ടറാ. അതുകൊണ്ട് അരവിന്ദൻ എവിടെന്ന് വെച്ചാ തപ്പിപ്പിടിച്ച് എന്താ വഴിന്ന് വെച്ചാ കണ്ടുപിടിച്ചോ. ഞാനൊഴിയും, പറഞ്ഞേക്കാം. വേണ്ടാത്തവരെ കേസിലേക്ക് ചാടിയിട്ട് നാശം പിടിക്കാൻ. കാവുമ്പുറത്തെ മുറ്റത്ത് വന്നെന്ന് ആരും ആയതായിട്ടൊരു വാക്ക് മിണ്ടിയിട്ടില്ല ഇതുവരെ. ബാബുവേട്ടൻ അവിടെ ഒരുപാട് പണിയുള്ളതാമേ. നമ്മളെ ജീവൻ സുരക്ഷ നമ്മൾ തന്നെ നോക്കണ്ടേ? ഒന്നും വിചാരിക്കല്ലേ ഗോപാലമാമേ? നീ ഈ കോഴി കൂവുമ്പോ എവിടെയാ ചാടി കയറിപ്പോയത്? ബാക്കിയുള്ളവരോട് തീ തിന്നെയായിരുന്നു. രമേശൻ ഇവിടെ വന്നു. അയാൾ എന്നോട് കുറെ തുള്ളി ചാടി പറഞ്ഞു. അയാളെ പറഞ്ഞിട്ടെന്താ, അമ്മയെല്ലാം വിളമ്പിയത്രേ. ചുരുക്കത്തിൽ ഒരു 4 ദിവസത്തെ അവധി ഞാൻ കാല് പിടിച്ചു വാങ്ങിട്ടു. 4 അല്ല 40 ദിവസം കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ഉറുപ്പിയ 1 2 അല്ല 2 ലക്ഷം. 2 ലക്ഷം ആരാ എടുത്തു തരാനുള്ളത്? ആരാ ഇല്ലാത്തത്? അരവിന്ദനോട് അത്യാവശ്യത്തിന് കടം വാങ്ങിച്ച എത്രയോ പേരുണ്ട് ഈ ചുറ്റുവട്ടത്ത്. അങ്ങോട്ട് മാത്രമല്ലോ, അത് ഇങ്ങോട്ടും ആവാം. ഒരത്യാവശ്യത്തിനല്ലേ തമ്മിൽ സഹായിക്കുക. ചോദിക്കുക 5ഉം 10ഉം ഒക്കെ ആയിട്ട് സംഘടിപ്പിച്ച 2 ലക്ഷം തേക്കല് അരവിന്ദന് വലിയ പണിയൊന്നുമില്ല. എന്തേ? നേരാ, ഇനി അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇക്കാലം വരെ എനിക്ക് ചെയ്തു പരിചയമില്ലാത്ത കാര്യങ്ങള് ഇനി ഞാൻ നാടൊട്ട് കുളിപ്പില്ലാത്ത കടം വാങ്ങേ. ഇന്ത്യ രാജ്യം ഇരന്ന് കടം വാങ്ങുന്നുണ്ട്. ലോക ബാങ്കിൽ നിന്നും കിട്ടാവുന്നോടത്തുനിന്നും ഒക്കെ യാതൊരു ഉളുപ്പില്ലാതെ. പിന്നെ ഒരു ഇന്ത്യക്കാരൻ എന്തിനാണ് അരവിന്ദ അനാവശ്യം ഒരു ഉളുപ്പ്? ഊര് പോലെ ഇരിക്കും ഊരിലെ ഉണ്ണികളും, അത്ര തന്നെ. അല്ലാതെ വേറെ വഴിയില്ല. 4 ദിവസം എന്ന് പറഞ്ഞാൽ 4 ദിവസം. അത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരും. ചുരുക്കത്തിൽ അരവിന്ദൻ എരവിന്ദനാവണം. ശരി. ദീപം 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 ദീപം. ഓ, വിളക്ക് വെക്കാൻ പറ്റിയ മുന്തിയൊരു കയ്യ്. നേരം വെളിച്ചാവും മുമ്പ് ഇറങ്ങി പോയതാ ഒരുത്തൻ. എവിടെയാ എന്താ ആവോ? എന്താപ്പ അവിടെ വെട്ടവും വെളിച്ചൊന്നില്ലേ? ഹൈ, അരവിന്ദൻ പെണ്ണ് കെട്ടിയ പിറ്റേന്ന് കറണ്ടും പോകുന്നുണ്ടോ? ആഹാ, കറണ്ട് ഇല്ലാത്തോണ്ടല്ലേ. കല്യാണ തിരക്കിനിടയിൽ സപ്ലൈ ഓഫീസിൽ പോയിരുന്നില്ലല്ലോ. ഉസ്മാനെ പറഞ്ഞയച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ജീവനോടെ ഉണ്ടല്ലോ, സമാധാനായി. അമ്മയ്ക്കറിയാലോ സപ്ലൈ ഓഫീസിലെ കാര്യങ്ങള്. ദാ നോക്കി നിൽക്കേണ്ടത് അകത്തുണ്ടേക്ക്. ഒരൊറ്റ രാത്രി കൊണ്ട് പെറ്റതള്ളെ മറക്കാനുള്ള മരുന്നോ മന്ത്രോ എന്താ കല്ലടിക്കോട്ടുന്ന് കൊണ്ടുവന്നത്? ഇതൊന്നും പ്രശ്നമാക്കണ്ട. ഒരു ചെറിയ നമ്പർ കാണിച്ചുതരാം. വെറുതെ ആക്ടിങ്ങാ. അയ്യോ, ഇത് ആക്ടിങ് അല്ല കേട്ടോ, ഇത് ഒറിജിനലാ. ആക്ടിങ് വേറെ. നിന്റെ വീട്ടുകാരും നീയും കാണിച്ച പോക്കരിത്തരത്തിന് ഞാനും എന്റെ അമ്മയും കഷ്ടപ്പെടണല്ലേ? ഇത് നടക്കില്ല മോളെ. എന്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച പഠിപ്പിക്കുന്നതിന്റെ ഏട്ടന്മാരെ. ആ കുടുംബത്തെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ അതിനും എന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയതാണെന്നറിയാമോ എന്റെ അമ്മ? ആ അമ്മയുടെ കണ്ണ് നനഞ്ഞ അന്ന് നീ പഠിക്ക പുറത്താ. ചുമ്മാ ഇവിടെ ആരെ വിളക്ക് വെച്ചത് ചോദിച്ചു കേട്ടില്ലേ? ഞാനാ. ആ, അങ്ങനെ വഴിക്ക് വാ. അച്ഛന്റെ അസ്ഥി തറയല്ലോ. അത് വെച്ചില്ല. അതെന്താ? അച്ഛൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വിളക്ക് വേണ്ടെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇക്കാലം വരെ എന്റെ അമ്മ ഒരു മുട്ടും മുടക്കും കൂടാതെ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ. അതെന്നല്ല, ഇനി അങ്ങോട്ട് ഈ വീട്ടിലെ സർവ്വ കാര്യങ്ങളും നോക്കി നടക്കല നിന്റെ പണി. കാലം കുറയായി എന്റെ അമ്മ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്റെ കഷ്ടപ്പാടൊന്നും ആരും ഏറ്റെടുക്കണ്ടേ.
പുതിയ പുതിയ കഷ്ടപ്പാടുണ്ടാക്കി തരണുണ്ടല്ലോ അത് മതി. ആ ഗോപാലമാമന്റെ ചില കാര്യങ്ങളൊക്കെ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് വിളിച്ചേൻ. പോയോ? ആ രമേശൻ വന്നത് ഈശ്വരാന്നൊരു വലി വലിച്ചതാ. ശ്വാസം മുട്ടൽ അങ്ങോട്ട് കൂടി. വയസ്സായ ഒരു മനുഷ്യനല്ലേ, ഇവിടെ നടക്കണ കാര്യങ്ങളൊക്കെ കണ്ട് സഹിച്ചിട്ടുണ്ടാവില്ല. ഉഷയും ബാബും കുടുംബത്തിൽ പറഞ്ഞവരല്ലേ, നാണക്കേട് തോന്നിയിട്ടുണ്ടാവും. നന്നായി. പോണം, എല്ലാവരും പോണം. കല്ല് കണ്ടുകൊടുത്ത് കൈക്കോട്ട് വെച്ചിട്ട് പോവല്ല എല്ലാവർക്കും. എനിക്ക് എന്റെ അമ്മയ്ക്ക് വേറെ എവിടെയും പോവാനില്ല. മനസ്സിലാവുണ്ടോ സരസ്വതിക്ക്? കരയണ്ട കേട്ടോമ്മേ. ഞാൻ ഇന്ന് ഇവളുടെ ബാങ്കാരൻ ഏട്ടനെ വിളിച്ചു. ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. കാല് പിടിക്കാന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് ഒരു കാല് പിടുത്തം? അപ്പൊ എന്താ കഥ? ഇവളുടെ ഗൾഫിലുള്ള വല്യേട്ടൻ ഒരു മണ്ടൻ കാണാരൻ 50 പവന്റെ സ്വർണം, അതും ആഭരണായിട്ടേ. കൂടാതെ കല്യാണത്തിനുള്ള തുണിയും സാധനങ്ങളും ഒക്കെ ഒരു കൊടുങ്ങല്ലൂക്കാരൻ ഗൾഫാരന്റെ കഴിഞ്ഞ ആഴ്ച കൊടുത്തയച്ചു. എന്നിട്ട് എന്താന്ന് ചോദിക്കാമേ? നീ തന്നെ അങ്ങോട്ട് പറഞ്ഞാ മതി. എന്നിട്ടെന്താ? കൊടുങ്ങല്ലൂക്കാരൻ അതും കൊണ്ടങ്ങ് മുങ്ങി. പകരം ഇവളുടെ ബാങ്കേട്ടന്റെ കള്ളബുദ്ധി എത്ര? കുറച്ച് ദിവസത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്, മുക്കുപണ്ടക്കളി. വല്യേട്ടൻ ഗൾഫിൽ നിന്ന് വിളിക്കുന്നു, ബാങ്കേട്ടൻ കൊടുങ്ങല്ലൂർക്ക് പോകുന്നു, പിന്നെ അവര് 4 ആളും കൂടെ കടയിലേക്ക് വരുന്നു. ചുരുക്കി പറയാലോ, തിങ്കളാഴ്ച കാശായിട്ടോ സ്വർണ്ണായിട്ടോ സംഗതി കയ്യില. ദാ ഈ കൈ കൊണ്ടു തരും, ഉറപ്പാ. നിന്റെ അച്ഛൻ പറയായിരുന്നു, നുണ പറയണ കൂട്ടരേ ഉള്ളു കണി കാണാൻ കൊള്ളരുതാത്തതെന്ന്. ഈ പറയണതൊക്കെ നുണയാണോ സത്യാണോ എന്ന് ഈശ്വരനറിയാം. ഉള്ള കൂട്ടങ്ങള് നല്ല തൊലിക്കട്ടിയാ, എന്നിട്ടും പൊള്ളലിനൊരു കുറവില്ല. തിങ്കളാഴ്ച ഒന്നും കൂടെ കഴിഞ്ഞോട്ടെ, പിന്നെ പത്മാവതിയുടെ തനി രൂപം കാണും എല്ലാരും, നീ അടക്കം. വായിരിക്കെ. സോറി അരവിന്ദ, നിന്റെ കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഏട്ടന്റെ മോളുടെ ചോറൂണ് ഗുരുവായൂര്. അല്ല, എന്തേ? എനിക്ക് ബാലുവിന്റെ ഒരു സഹായം വേണമായിരുന്നു. പിന്നെന്താ, പറ, എന്താ കാര്യം? ഭാര്യയുടെ ആങ്ങളെ ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ വൈകിയത്രേ. അതുകൊണ്ടാ ഞാൻ രമണിക്ക്. അത് ഞാൻ അറിഞ്ഞു. എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാ അരവിന്ദ? പ്രശ്നമൊന്നുമില്ല, അവര് 2 ആഴ്ചക്കുള്ളിൽ എത്തിക്കും. ഞാൻ വാങ്ങിയെടുത്ത് തിങ്കളാഴ്ച കൊടുത്തേ പറ്റൂ. അതിലേക്കൊരു 25,000 രൂപയുടെ കുറവുണ്ട്. ബാലു എവിടെന്നെങ്കിലും ഒന്ന് മറച്ചു തരണം. നമ്മൾ തമ്മിൽ എന്തിനാ അരവിന്ദ അധികം പറയുന്നേ? വേറെ കാശ് വല്ലതും വന്നോണ്ടോ ഇവിടെ? ഇല്ല. ഇതാ സ്ഥിതി. ഇത് കണ്ടോ, ഇന്നലെ തൃശ്ശൂർ എത്തിക്കേണ്ടതാ ഒരു 30. ഇതിലേക്കൊരു 10 ഏത് പാതാളത്തിൽ കുടിച്ചാലേ കിട്ടുക ആലോചിച്ചിരിക്കാൻ. എന്തെങ്കിലും ഒന്നും വിചാരിക്കല്ലേ. കഴിഞ്ഞ മാസമായിരുന്നെങ്കിൽ പല വഴിയുണ്ടായിരുന്നു. അപ്പൊ 1 മാസം മുമ്പ് ഞാൻ കുടുങ്ങണായിരുന്നു അല്ലേ? വൈകിപ്പോയി ബാലുവിന്റെ കണക്കില്. ഇറങ്ങട്ടെ. വിഷമിക്കരുത്, നിനക്ക് ഈ കടവും തിരിമറി ഒന്നും ശീലമില്ലാത്തോണ്ടാ. ഒക്കെ ശരിയാവും. ശീലാവുമ്പോ അല്ലേ? നീ ഇരിക്കി, നമുക്കൊരു സന്തുഷ്ട കുടുംബം കളിക്കാൻ വാ. വേണ്ട, ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. ഇതപ്പൊ നന്നായേ. അമ്മ രമണിയുടെ വീട്ടിലെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് എപ്പോ വരുന്നു വെച്ചിട്ടാ? ഈശ്വരൻ അറിയാം, നേരം വെളുത്തിട്ട് ഈ നേരം വരെ നീ വല്ലതും തിന്നവും കുടിക്കുകയും ചെയ്തു. കൂടെ നിന്ന് അതൊക്കെ നോക്കാനും കഴിപ്പിക്കാനും എനിക്ക് ഇട്ട് ഓട്ടം നിന്നിട്ട് നേരമില്ല. ഒന്നും അങ്ങോട്ട് തെളിച്ചു പറയുന്നില്ലെങ്കിലും എനിക്കറിയാം എന്നെ കൊണ്ടുണ്ടായ ഓട്ടപ്പാച്ചിൽ ഇതൊക്കെ കരഞ്ഞു. നാട്ടുകാരുടെ മുമ്പിൽ അരവിന്ദൻ ഒരു തമാശക്കാരനാ. അവരൊക്കെ തമാശ കേട്ട ചിരിക്കാ ചെയ്യാ. അവനവന്റെ വീട്ടിൽ അങ്ങനെ ഒരു ചെറിയ തമാശ പറഞ്ഞു പോയാ കരച്ചില്ല. അരവിന്ദന്റെ കുട്ടി വന്ന് തുറന്നേ. തുറക്ക്. ഇവിടെ ആരും ഇല്ലേ? ഒരിത്തിരി പുല്ലോ വെള്ളോ അതിന് ഇട്ട് കൊടുത്തു വെച്ച് കൊച്ചി രാജാവിന്റെ കൊച്ചുമൊക്കെ മഹിമയ്ക്കൊന്നും ഒരു കുറവും വരില്ല. ഉള്ള നേരം കൊണ്ട് എന്റെ രമണി എന്തൊക്കെയാ ഒരുക്കി ഉണ്ടാക്കി തന്നയച്ചെന്നറിയോ? അതിന്റെ അടുത്തൊന്ന് പോകാനോ അതിനെ ഒന്ന് കാണാനോ ഇവിടെ ഒരാളില്ല. പണ്ടും പരസഹായത്തിനൊന്നും പത്മാവതി ആരെയും കാത്തു നിന്നിട്ടില്ല. രമണിയുടെ അവിടെ പോണെന്ന് നീ പറയാറുന്നില്ല അമ്മയ്ക്ക്? ആരോട്? എന്നോട്.
അതിന് എന്റെ മോൻ ഭൂമിയിലേക്കൊന്ന് ഇറങ്ങി വന്നിട്ട് വേണ്ടേ അമ്മയ്ക്കൊന്ന് കാണാൻ? പറക്കല്ലേ? ഞാൻ രാവിലെ എനിക്കൊരാളെ കാണാൻ രമണിക്ക് അവിടെ. ആ, ഈശ്വരൻ എത്തിച്ചിട്ട് അതിനൊരു കുറവുമില്ല അവിടെ. അത് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ചോദിക്കാനും പറയാനും ആളുള്ള കുട്ടിക്ക് ചെന്ന് കയറിനടുത്ത് നല്ല നിലയും വില ഉണ്ടാവും.